welcome back to our class. So മക്കളെ നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങ് എത്തിയില്ലേ. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ലിറ്ററേച്ചർ നമ്മളെ പാഠഭാഗം എന്ത് ചെയ്തു നമ്മളങ്ങ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ എക്സാമിന് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഡിസ്കോഴ്സസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക ഇത്തരം ചോദ്യങ്ങളെ പറയാം. ആ ചോദ്യങ്ങൾ നമ്മൾ എന്താണ് പഠിച്ചു തുടങ്ങേണ്ട ഒത്തിരി സമയമായി. അപ്പം ഇന്ന് നമ്മൾ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട പാഠമാണ് ഏത് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ പാഠത്തിലെ ഒരു ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസ്കോഴ്സ്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഹിയർ. ബിഫോർ ബിഗിനിങ് ദ ക്വസ്റ്റ്യൻ ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ മക്കളടുത്തൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ബാച്ചിനെ കുറിച്ച് മിസ് ഒന്ന് പറയട്ടെ. നിങ്ങൾക്കറിയാം നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ബാച്ച് എന്താണ് പൃഥ്വി എന്നാണ് നമ്മുടെ പേര് അല്ലേ. ബാച്ചിന് അടിപൊളിയായിട്ട് നമ്മൾ പൃഥ്വി എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം എന്തായില്ല ഒരു ബാച്ച് ആയില്ലേ. സോ അതിനുള്ളിൽ എന്ത് വേണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് വേണം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സൈലം ലേണിങ്ങിലെ ബാച്ചിനുള്ളിൽ നിങ്ങളൊരു അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് വഴി ലഭിക്കുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശരിക്കും മനസ്സിലാക്കാം. നോക്കൂ മക്കളെ, നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, അതായത് എന്നെ പോലെയുള്ള എന്താണ് ബുദ്ധിമന്മാരെ അല്ലെങ്കിൽ ബുദ്ധിമതികളെ വളരെ നല്ല അടിപൊളി എന്താണ് വൈബ് ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ എന്താണ് അടിപൊളിയായിട്ട് എല്ലാവരും നല്ല അടിപൊളി ടീച്ചേഴ്സാണ്. സെക്കൻഡ് പോയിന്റ് ഈസ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ്. രണ്ടും വലിയ കാര്യമാണ്. എന്താ നിങ്ങളുടെ റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എന്തുണ്ട് നിങ്ങളുടെ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി എളുപ്പമുള്ള കാര്യമാണ് എന്ത് ഈ ക്ലാസ്സുകൾ എടുത്തിട്ട് കാണുക എന്നുള്ളത്. അതിന് പുറമെയാണ് എന്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്തത് നമ്മൾ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ നമ്മൾ നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സിൽ പാഠം പഠിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം ചാപ്റ്റർ നിങ്ങൾ പഠിക്കാം. ഇനി ലൈവിന് ശേഷം നിങ്ങൾക്ക് വല്ല ഡൗട്ടും വന്ന് ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന റെക്കോർഡഡ് ക്ലാസ് എടുത്തിട്ട് നിങ്ങളുടെ സംശയം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് വീണ്ടും കേൾക്കാം. മനസ്സിലായോ? അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സസും എന്താ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അടുത്തത് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. നമുക്ക് പ്രത്യേകം എന്തുണ്ട് ഒരു ബണ്ടിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് വരുന്ന സംശയങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കാനുള്ള ആ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എന്താ ടീച്ചേഴ്സ് അതാത് ദിവസങ്ങളിൽ എന്ത് ചെയ്യും അത് നമുക്ക് അവൈലബിൾ ആകും നമ്മുടെ ഫോണിൽ നമ്മുടെ ടാബിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്താ മനസ്സിലാവുന്നത് നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയണം മിസ് എനിക്ക് ക്ലിയർ ആയില്ല, നമുക്കതിൽ വോയിസ് ആയിട്ട് നിങ്ങളുടെ എത്തിക്കാനുള്ള സംവിധാനം വരെ എന്തുണ്ട് അതിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്ക് യൂണിറ്റ് ടെസ്റ്റ് ആൻഡ് ലൈവ് ആൻസർ ഡിസ്കഷൻ. നമ്മുടെ യൂണിറ്റ് ടെസ്റ്റുകൾ ഓരോ പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് പരീക്ഷയുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ ആ വഴിക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഫ്രീ ആക്കി വിടുന്നില്ല. അന്ന് രാത്രി എന്തുണ്ട് നമ്മുടെ ചോദ്യ പേപ്പർ എന്ത് ചെയ്യും നമ്മൾ അങ്ങ് ഡിസ്കസ് ചെയ്ത് ലൈവിൽ വന്നിട്ട് നമ്മളത് പഠിക്കും. ഓക്കെ, അടുത്ത് നോക്ക് സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആഫ്റ്റർ എവറി ലൈവ് ക്ലാസ്. ലൈവിന് ശേഷം നമ്മൾ ഈ പറയുന്ന നമ്മൾ എന്തായാലും ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഓരോ സ്ലൈഡിലും എന്ത് ചെയ്യും നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതും അല്ലേ. അപ്പോൾ അതായത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുന്ന പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ സംബന്ധിച്ച് എന്താ ലൈവ് അങ്ങ് കഴിഞ്ഞ് എന്ത് ചെയ്യും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്ലൈഡിൽ ഉണ്ടാകും. ഈ സ്ലൈഡ് എന്ത് ചെയ്യും കെട്ടിപ്പൊട്ടി എന്തൊക്കെയും ഉടനെ നിങ്ങൾക്ക് അവിടെ എത്തും ആപ്പിലും. അടുത്ത് നോക്ക് നിങ്ങൾ ജനറൽ ആൻഡ് ഇൻഫർമേഷൻ വീഡിയോസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഒത്തിരി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ബണ്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ജനറൽ ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരുപാട് ബേസിക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മറക്കേണ്ട ജസ്റ്റ് എന്താണ് 1,999 മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു കൊല്ലത്തേക്കുള്ള ഫീസാണ്. വളരെ എന്താ പറയുക ചീപ്പ് ഫീസാണ്. പക്ഷെ ഒത്തിരി എന്താണ് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ എന്താണ് ലഭ്യമാണ്. സോ നിങ്ങൾ ഒന്നും നോക്കണ്ട എന്ത് ചെയ്യുക പെരുന്നാൾ പൈസ അല്ലെങ്കിൽ എന്താണ് ഓണക്കുറി ഇതൊക്കെ കിട്ടും നിങ്ങൾക്ക്. സോറി ഓണക്കുറി അല്ല ഓണ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ലേ അല്ലേ വിഷു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ കൂട്ടി വെച്ച എന്താണ് പൈസയൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് എടുത്ത് എന്ത് ചെയ്യുക നിങ്ങൾ സൈലത്തിൽ അഡ്മിഷൻ എടുക്കാം. സൈലത്തിൻ്റെ ഒരു ഭാഗമാവുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ പാഠത്തിലേക്ക് വരാണ്. സോ നമ്മൾ ഇന്നത്തെ പഠിക്കാൻ പോകുന്ന ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡയറി റൈറ്റിംഗ് ആണ്. മിസ് ഓൾറെഡി പറഞ്ഞു. എന്താ നമ്മുടെ ചോദ്യം? ഇവിടെ കാണുന്നത് ആരാണ്? നമ്മുടെ ക്ലൗൺ ജോക്കർ ആണ് അല്ലേ. ദ ക്ലൗൺ ഫീൽ ഹാപ്പി വെൻ ദേ റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അറ്റ് ദാറ്റ് നൈറ്റ് ഹി റൈറ്റ്സ് ഹിസ് ഡയറി എൻട്രി. എല്ലാവരും എന്ത് ചെയ്തു ട്രെയിൻ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു സൈഡിലെത്തി. എല്ലാവർക്കും സന്തോഷമായി. ഒത്തിരി മിഠായി ഉണ്ടായിരുന്നു, ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒത്തിരി ക്യാൻഡീസ് എന്താണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒത്തിരി ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് നമ്മുടെ ട്രെയിനിൽ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു മറ്റേ സൈഡിലെത്തി. രാത്രിയായപ്പോൾ നമ്മുടെ ക്ലൗൺ വിചാരിക്കുകയാണ് ഇന്നൊരു അൺഫൊർഗറ്റബിൾ ഡേ ആണ്, മെമ്മറബിൾ ഡേ ആണ്, ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഞാനിതൊന്നും എൻ്റെ ഡയറിയിൽ ഇരുന്ന് എഴുതട്ടെ എന്ന് ആര് വിചാരിക്കാം? നമ്മുടെ ജോക്കർ വിചാരിക്കാം. ഉടനെ ജോക്കർ എന്ത് ചെയ്തു നല്ല അടിപൊളി ഡയറി അങ്ങ് എടുത്തു, പേജ് അങ്ങ് തുറന്നു. എന്താണ് എഴുതാനിരുന്നു? ആദ്യം നോക്കി നമുക്കറിയാം ഡയറി എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താ ടൈമാണ്. സോ സമയം എന്ത് ചെയ്ത് ഇവിടെ എഴുതി
അല്ലേ? നമ്മൾ 10 മണി എപ്പോഴും മിസ് എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാ ഡയറിയിലും മിസ് ഒരു 10 മണി തന്നെ കൊടുക്കാം. പിന്നെന്താ ഡേറ്റ് നോക്കുക, 12/12/12. ഓക്കെ, എന്താണ് 12 ഡിസംബർ 12 2012. ഓക്കെ, ഒരു ജസ്റ്റ് ഫാൻസി നമ്പർ മിസ് കൊടുത്തേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കുക നിങ്ങൾ, ഒരു മൂന്നിലോട് കൂടെ നമ്മൾ തുടങ്ങുന്നത്. ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ. എന്താണ് മെമ്മറബിൾ ഡേ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്താണ് ഭയങ്കര എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, ഓർമ്മ. അപ്പോൾ സോ മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് എന്നും ഓർക്കുന്ന ഒരു ദിവസമായിരിക്കും. ആസ് ഓൾവേസ് വി സ്റ്റാർട്ടഡ് ഫ്രം അവർ സ്റ്റേഷൻ. എല്ലാ ദിവസത്തെ പോലെ എന്താണ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, നമ്മളെ സ്റ്റേഷന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഓക്കെ, പക്ഷെ എന്താ ഉണ്ടായത്, വി വർ എൻജോയിങ്, വി സാങ് ആൻഡ് ക്ലാപ്ഡ് അവർ ഹാൻഡ്സ്. നമ്മളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു, ഫുള്ള് വൈബായിരുന്നു അല്ലേ? നമ്മൾ കുറേ പാട്ടൊക്കെ പാടുന്നു, കൈയൊക്കെ അടിക്കുന്നു, കൈയടിച്ച് പാട്ടൊക്കെ പാടി എന്താ അടിച്ച് പൊളിച്ച് നമ്മൾ പോവുമായിരുന്നു കേട്ടോ. പക്ഷേ വി ക്യാരി ടോയ്സ്, സ്വീറ്റ്സ്, ഫുഡ്, കാൻഡീസ് എക്സെട്ര. നിങ്ങൾക്കറിയാലോ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ട്രെയിനിൽ നമ്മൾ ഒത്തിരി ഐറ്റംസ്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ഫുഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോകും അപ്പുറത്തെ സൈഡിലുള്ള കുട്ടികൾക്ക് അല്ലേ. Suddenly the train stopped. പെട്ടെന്ന് എന്ത് ചെയ്തു, ട്രെയിൻ അങ്ങ് സ്റ്റക്കായി, സ്റ്റോപ്പായി. The wheel of the train was stuck in between the tram. അയ്യോ, എന്താ പറയുന്നേ, എന്ത് ചെയ്തു, ട്രെയിനിൻ്റെ ചക്രം ഇവിടെ കുടുങ്ങി, ട്രാക്കിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, കുടുങ്ങിപ്പോയി, അതെന്ത് ചെയ്തു, സ്റ്റക്കായി. Now the blue train tried to pull herself. നമ്മുടെ ബ്ലൂ ട്രെയിൻ എന്ത് ചെയ്തു, അതിനങ്ങ് മാക്സിമം എന്ത് ചെയ്തു, വലിക്കാൻ വേണ്ടി എന്ത് ചെയ്തു നോക്കിയില്ലേ. പക്ഷെ എന്തായില്ല, അവർക്ക് മുന്നോട്ടേക്ക്, ആ ട്രെയിൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, മുന്നോട്ടേക്ക് വരാൻ പറ്റിയില്ല. But did not happen. നെക്സ്റ്റ് ദ ഷൈനി ട്രെയിൻ കെയിം. അങ്ങനെ നമ്മളൊക്കെ അവിടെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ദൂരെ നിന്നൊരു ഷൈനി ട്രെയിൻ വരുന്നു. അപ്പോൾ ഷൈനി ട്രെയിനെ കണ്ടപ്പോൾ ആക്ച്വലി നമുക്കൊക്കെ ഒത്തിരി സമാധാനമായി. വി റിക്വസ്റ്റഡ്, നോക്കുക നമ്മൾ എന്ത് ചെയ്തു, ആ ഷൈനി ട്രെയിനോട് ചോദിച്ചു നമ്മളെയും കൂടി വലിച്ചു കൊണ്ടുപോവോ. പക്ഷെ ഷൈനി ട്രെയിൻ എന്ത് പറഞ്ഞു, നോ, കൊണ്ടുപോകില്ല. ബട്ട് ഡിഡ് നോട്ട് ഹെൽപ്പ്. ദെൻ ദ സ്ട്രീം എൻജിൻ കെയിം. പിന്നെ ആരാ വരുന്നത്, സ്ട്രീം എൻജിനാണ് വരുന്നത് അല്ലേ. വി ആസ്ക്ഡ് ഹിസ് ഹെൽപ്പ് ടു, ഹി ഓൾസോ ഡിഡ് നോട്ട് ഹെൽപ്പ്. അങ്ങനെ പിന്നെ വരുന്നത് ആരാ, നമ്മുടെ പുക തുപ്പി വരുന്നത് നമ്മുടെ സ്റ്റീം എൻജിൻ ട്രെയിൻ വന്നല്ലേ. നമ്മൾ സ്റ്റീം എൻജിൻ ട്രെയിനോട് ചോദിച്ചു ഒന്ന് ഞങ്ങൾ ആ മലൻ്റെ അപ്പുറത്ത് എത്തിക്കോ, പക്ഷെ കൊണ്ടുപോയില്ല പുള്ളിയും. ദെൻ കെയിം ദ ബ്ലൂ ലിറ്റിൽ എൻജിൻ. അത് കഴിഞ്ഞപ്പോൾ ആര് വന്നു, ഒരു ചെറിയ കുഞ്ഞ് ബ്ലൂ ലിറ്റിൽ എൻജിനുള്ള ഒരു ട്രെയിൻ വന്നല്ലേ. ഇറ്റ് വാസ് എ ലിറ്റിൽ ട്രെയിൻ. ഒരു കുഞ്ഞു ട്രെയിനായിരുന്നു അവൻ. ബട്ട് ഇറ്റ് ട്രൈ ടു പുൾ us. പക്ഷെ അവൻ എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തു, ശക്തമായിട്ട് വലിക്കാൻ ശ്രമിച്ചു. സ്ലോലി ഇറ്റ് ഡ്രാഗ്ഡ് us and helped us cross the mountain. സ്ലോലി പതുക്കെ എന്ത് ചെയ്തു, അത് ഞങ്ങളെ വലിക്കാൻ ശ്രമിച്ചു. പിന്നീട് ഞങ്ങളിങ്ങനെ വലിച്ച് എവിടെ എത്തി, മെല്ലെ മൗണ്ടൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തിയില്ലേ. നോക്ക്, സ്ലോലി ഇറ്റ് ഡ്രാഗ്ഡ് us and helped us cross the mountain. We were so happy. ഞങ്ങൾക്കാണെങ്കിലോ മൗണ്ടിൻ്റെ അപ്പുറത്തെത്തി മക്കളൊക്കെ കണ്ടപ്പോൾ എന്തോ ഒത്തിരി സന്തോഷമായി. കുട്ടികളൊക്കെ കണ്ടപ്പോൾ we all were happy. We all became happy അല്ലേ. നോക്കാം, we thanked the blue train. അവിടെ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ബ്ലൂ ട്രെയിനോട് നമ്മളെല്ലാവരും എന്ത് പറഞ്ഞു, ഞാൻ, നമ്മുടെ ജിറാഫ്, ബെയർ, ഡക്ക്, എല്ലാവരും എന്ത് ചെയ്തു, എല്ലാവരും അവനെ ഹഗ് ചെയ്തു. ട്രെയിനിനോട് എല്ലാവരും എന്ത് പറഞ്ഞു, താങ്ക്സ് ഒക്കെ പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, എല്ലാവരും ബൈ പറഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ, ഒത്തിരി എനിക്ക് സ്പെഷ്യൽ ഡേ ആണ്, മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അതാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ ഡയറി എഴുതി പഠിച്ചത്. അപ്പം മക്കളെ, ഓണപരീക്ഷയ്ക്ക് ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം എന്തായാലും വരും അല്ലേ. നമ്മുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം എന്താ, ഡയറി ആയിരിക്കും. ഇനി ഡയറി മാത്രമാവോ, സംഭാഷണമായി കൂടെ അല്ലേ, തോട്ട് ആയിക്കൂടെ. അപ്പോൾ സംഭാഷണമായാലും തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റൻ ആയാലും ഡയറി റൈറ്റിംഗ് ക്വസ്റ്റൻ ആയാലും എല്ലാ ചോദ്യവും നമ്മൾ പഠിച്ച് റെഡി ആയിട്ട് വേണം പോകാനും. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ബി വിത്ത് സാലം ലേണിംഗ്. എപ്പോഴും നിങ്ങൾ ഇനി അങ്ങോട്ട് ചാനൽ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും വാച്ച് ദ വീഡിയോസ്, ഡോണ്ട് മിസ് ദ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ബി വിത്ത് സാലം. താങ്ക് യു സോ മച്ച്.